ഇത്തരത്തിലുള്ള നിഷിദ്ധങ്ങളുടെ പിന്നിലേക്ക് പോകുന്നു. സഹോദരന്മാരെ, ഞാനൊരു കുട്ടിയെ കൗൺസിൽ ചെയ്ത സന്ദർഭത്തിൽ ആ കുട്ടിയുടെ ജീവിതകഥ കേട്ടപ്പോൾ നെട്ടിപ്പോയി. ദർസിൽ പഠിച്ച കുട്ടിയാണ്, 4 കൊല്ലം ദർസിൽ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കുട്ടിയുടെ പഠന വൈഭവം, കഴിവ് കണ്ടിട്ട് ഈ രക്ഷിതാവ് പുറത്തുള്ള ഒരു സ്റ്റേറ്റിൽ പഠിക്കാൻ വിട്ടതാണ്. ഇന്ന് ആ കുട്ടി കഞ്ചാവിന് അഡിക്റ്റായിട്ട് ഈ രക്ഷിതാവ് കൗൺസിലർമാരെ നെട്ടോട്ടമോടി കാണുന്നു. കുട്ടിയെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. സഹോദരന്മാരെ, പഠിപ്പിക്കേണ്ട സമയത്ത് ആ രക്ഷിതാവ് പഠിപ്പിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. പക്ഷേ അവസരം കിട്ടിയപ്പോ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, തട്ടമൂരി വെച്ചുകൊണ്ട്, ഔറത്ത് വെളിവാക്കിക്കൊണ്ട്, നിഷിദ്ധങ്ങളായത് ചെയ്തുകൊണ്ട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അതേ ആദ്യം സ്വകാര്യമായി നടക്കുന്നു. പിന്നീട് ഈ തട്ടം ധരിച്ച പെണ്ണ്, മുസ്ലിം നാമമുള്ള ആണ്, ഇസ്ലാമിനെ വിമർശിക്കുന്ന വേദികളിൽ സിന്ദാബാദ് വിളിക്കാനും പതാക ഉയർത്താനും ആ സദസ്സുകളിൽ സ്വാഗതമോദാനും ഇസ്ലാമിനെ വിമർശിച്ച് നൃത്തമാടുന്നിടത്ത് കൂടെയാടാനും അത്തരത്തിലുള്ള വൃത്തികെട്ട സമരങ്ങളിൽ, ചുംബന സമരങ്ങളിൽ വരെ മുസ്ലിം നാമധാരികൾ നേതൃത്വം വഹിക്കുന്നിടത്തേക്ക് എത്തിയത് ഒരു വേള രക്ഷിതാക്കളുടെ അശ്രദ്ധ കൊണ്ടാവാം. ചിലപ്പോ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അവസരം കിട്ടിയപ്പോ ഇവർ ദീനിനെ വലിച്ചെറിഞ്ഞു. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു പഴച്ചുപോയ മകനെ പോലെ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ പോലെ അങ്ങനെ പഴച്ചു എന്നല്ലാതെ എന്ത് പറയാനാണ്? അതുകൊണ്ട് മനസ്സിലാക്കുക, ആഖിറ നാളിൽ വന്നാൽ അവിടെ ഉപ്പ രക്ഷിക്കാനുണ്ടാവില്ല, ഉമ്മ രക്ഷിക്കാനുണ്ടാവില്ല, കുടുംബക്കാരുണ്ടാവില്ല. കഞ്ചാവ് കേസിൽപ്പെട്ട് ജയിലിലായാൽ ഇറക്കിക്കൊണ്ടുവരാൻ മാനക്കേട് സഹിച്ചിട്ടുണ്ടാണെങ്കിലും കുടുംബക്കാര് വന്നിരിക്കാം. ആഖിറത്തിൽ നരകത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ ഒരാളും ഉണ്ടാവൂല. എല്ലാവരെ സംബന്ധിച്ചും ഒരാളുടെ പാപഭാരവും മറ്റൊരാളും വഹിക്കാത്ത, ഏത് മനുഷ്യനും അവൻ സമ്പാദിച്ചത് മാത്രം ലഭിക്കുന്ന ആഖിറ നാളിനെ ഭയപ്പെട്ടോ, പരലോകത്തെ കുറിച്ച് പഠിച്ചതെല്ലാം ഓർത്തോ, ഓർക്കുന്നത് ആവർത്തിക്കാം, ഖുർആനിനെ പാരായണം ചെയ്തോ, ഇസ്ലാമികമായ വഅദുകൾ കേൾക്കണം, ഇസ്ലാമികമായ സദസ്സുകളിൽ പങ്കെടുക്കണം. അത്തരത്തിലുള്ള കൂട്ടുകാരോട് ഓൺലൈനായും ഓഫ്ലൈനായും നമുക്ക് ബന്ധമുണ്ടാവണം. അങ്ങനെ പറയാൻ കാരണം, ഇന്ന് നമുക്കൊരു വേള നേർക്കുനേരെ ജനങ്ങളോടുള്ള ബന്ധങ്ങളെക്കാൾ കൂടുതൽ ഓൺലൈനായിട്ടുള്ള ബന്ധങ്ങളാണ്. വാട്സാപ്പിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, ഫേസ്ബുക്കിലൂടെ. എങ്കിൽ ആ വാട്സാപ്പിൽ എൻ്റെ കൂട്ടുകാരൻ നല്ലവനാവണം, ഫേസ്ബുക്കിൽ എൻ്റെ കൂട്ടുകാരൻ നല്ലവനാവണം. എൻ്റെ ഏതേത് മേഖലകളിലും നല്ലത് കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന, ക്ഷമ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന നല്ല നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കാനുള്ള ദീനിയായ ബോധം നമുക്കുണ്ടാവണം. ഇവൻ തിന്മയാണ്, ഇവൻ എന്നെ തെറ്റിലേക്ക് കൊണ്ടുപോകുമെന്ന് ബോധ്യപ്പെടുന്ന ഒന്നാമത്തെ നിമിഷം തന്നെ അവനോട് സലാം പറഞ്ഞ് പിരിയണം. അവനുമായി പിന്നെ കമ്പനിയില്ല. 10ാം ക്ലാസ് വരെ പഠിച്ച കൂട്ടുകാരനാണ്, പക്ഷേ അവനോട് എനിക്കിനി ബന്ധമില്ല. കാരണം എൻ്റെ ബന്ധം മുഴുവൻ അള്ളാഹുമായി കണക്റ്റഡ് ആണ്, അള്ളാഹിന്റെ റസൂലുമായി കണക്റ്റഡ് ആണ്. അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത, അള്ളാഹിന്റെ റസൂലിന്റെ ദീനിന് പൊരുത്തമില്ലാത്ത ഒരു മനുഷ്യനോടും എനിക്കൊരു സ്നേഹബന്ധവും ഇല്ല. എന്നെ സംബന്ധിച്ച് അവനോടൊരു ദാക്ഷിണ്യവുമില്ല, അവനോട് സഹകരണമില്ല എന്ന പ്രഖ്യാപനമാവണം മുസ്ലിങ്ങളെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നിങ്ങളെ നോക്കി നടത്താൻ ബാപ്പമാരെപ്പോഴും കൂടെയുണ്ടാവൂല, പിന്നിലെ നടന്ന് ഉപദേശിക്കാൻ ഉസ്താദുമാരെപ്പോഴും കൂടെയുണ്ടാവൂല. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഈമാൻ അതിനു മുമ്പേ നാം നേടിയെടുക്കണം. നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും, യാത്ര ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല, വിദേശത്ത് പോയി പഠിക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അപ്രായോഗികമാണ്. ആണിനും പെണ്ണിനും പുറത്തുപോയി പഠിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഇന്നുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നിലക്കുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, നിയമങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ആണിനായാലും പെണ്ണിനായാലും
പെണ്ണിനായാലും വിദേശത്തും പഠിക്കുന്നതിന് ഇസ്ലാം വിമർശനം പറഞ്ഞിട്ടുള്ള ഈ എത്രത്തോളം എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് പുറത്തുപോയി പഠിക്കണമെങ്കിൽ ആ പുറത്ത് എവിടെയാണോ അവളുടെ സ്ഥാപനമുള്ളത് അവിടെ വരെ ആ പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൂടാ, ബാപ്പ കൂടെ പോവണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു സംഘം സ്ത്രീകളുടെ കൂടെ ഇസ്ലാമികമായി അവളുടെ ഈമാൻ ചോർന്നു പോവാത്ത കൂട്ടുകാരികളെ കൂടെ അവൾക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ അവിടെ താമസിച്ച് വിദേശത്തോ മറ്റോ പഠിക്കുന്നതിന് ഒരു പെണ്ണിനെ സംബന്ധിച്ച് തടസ്സമില്ല. എന്നാൽ അതിൽ നിഷിദ്ധങ്ങൾ കടന്നു വന്നാലോ, ഈ പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, ഔറത്ത് മറക്കാതെ യാത്ര ചെയ്യുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കലരുന്നിടത്ത് ഇവള് പങ്കെടുക്കുന്നു, അത്തരം ഹോസ്റ്റൽ സംവിധാനങ്ങളുള്ളിടത്ത് ഇവള് പഠിക്കുന്നു, മിംഗ്ലിംഗ് സംവിധാനങ്ങൾ വ്യാപകമായ അത്തരത്തിലുള്ള നിഷിദ്ധങ്ങളായ വേദികളുള്ളിടത്ത് ഇവള് പഠിക്കുന്നു എന്ന് വന്നാൽ അതിന് ഇസ്ലാമിന്റെ സാധ്യതയുമില്ല. അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും പിടിച്ചു വെച്ചിട്ടില്ല, പൂട്ടിവെച്ചിട്ടില്ല. എല്ലാറ്റിനും അനുമതിയുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാവണം. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പഠനാവശ്യത്തിന്, ജോലി ആവശ്യത്തിന് ഒറ്റപ്പെട്ടാലും എൻ്റെ ഇസ്ലാമിനെ ചോർന്നു പോവാത്ത ഈമാൻ മുമ്പേ ഞാൻ ഉണ്ടാക്കി വെക്കണം. ചോർന്നു പോകുമെന്ന് തോന്നുമ്പോ വിളിക്കാനുള്ള കൂട്ടുകാരുണ്ടാവണം. വിളിച്ചട്ടവനോട് എന്റെ പ്രശ്നങ്ങൾ പറയണം. എടാ, ഒരു സുഖമില്ല, എന്നെ സംബന്ധിച്ച് എനിക്കെന്തോ പേടിയാവുന്നു, നിസ്കാരത്തിൽ ഒരു കുറവ് വരുന്നത് പോലെ അവന്റെ ഉപദേശം കേൾക്കണം. അങ്ങനെ പരസ്പരം വസിയത്തിന് അനുഗുണമായ ഒരു വലിയ ബറ്റാലിയൻ, ഒരു വലിയ കവചം തീർത്തുകൊണ്ട് മുസ്ലിമേ നീ വളർന്നോ, എവിടെയും യാത്ര ചെയ്തോ, എത്ര ഉന്നതിയിലേക്കും മതപരമായിട്ടുയർന്നോ, ഭൗതികമായിട്ടുയർന്നോ, ഇസ്ലാമിന്റെ അന്തസ്സിനെ ഉയർത്തിക്കോ. അത് ഇസ്ലാം തടഞ്ഞിട്ടില്ല. ഇസ്ലാം പെണ്ണിനെ പിന്നിലേക്ക് വിളിച്ചിട്ടില്ല, പുരുഷനെ പിന്നിലേക്ക് വിളിച്ചിട്ടില്ല, അവർക്ക് കൂച്ചുവിലങ്ങിട്ടിട്ടില്ല. പക്ഷേ മാന്യതയുടെ നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, മാന്യതയുടെ വിധികളുണ്ട്, മാന്യമായ ജീവിതത്തിനുള്ള വിലക്കുകളുണ്ട്. അത് പാലിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ പറയും ഇസ്ലാം ഒരു പ്രാകൃത മതമാണ്, ഇസ്ലാം നിയമങ്ങളുടെ മതമാണ്, കൂച്ചുവിലങ്ങിന്റെ മതമാണ്, ഇസ്ലാം പിന്തിരിപ്പൻ മതമാണ്. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ